നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 83. വസുദേവർ അനുഷ്ഠിച്ച യാഗകർമ്മങ്ങൾ. പേജ് നമ്പർ 817. സ്വപ്നത്തിലെ വിഭ്രമാത്മകമായ രൂപങ്ങൾ യഥാർത്ഥമാണെന്നു സ്വപ്നം കാണുന്നവൻ കരുതുന്നു. ആ സാങ്കല്പിക രൂപങ്ങൾ ഒരുവൻ്റെ യഥാർത്ഥ ശരീരമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. മതിവിഭ്രമം കൊണ്ടു സൃഷ്ടിച്ച ശരീരത്തിനു പുറമെ അയാളുടെ ജാഗ്രതാവസ്ഥയിൽ മറ്റൊരു യഥാർത്ഥ രൂപമുണ്ടെന്നുള്ള കാര്യം തത്കാലത്തേക്കെങ്കിലും അയാൾ മറക്കുന്നു. അതുപോലെ ഇന്ദ്രിയ സുഖങ്ങൾ യഥാർത്ഥ സുഖമാണെന്ന് സംഭ്രാന്തനായ ബദ്ധാത്മാവ് ജാഗ്രതാവസ്ഥയിലും കരുതുന്നു. ഭൗതിക ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ആസ്വാദന പ്രക്രിയ മൂലം ആത്മാവ് മൂടപ്പെട്ടു പോകുന്നു. അങ്ങനെ അയാളുടെ അവബോധം മലിനമായി തീരുന്നു. പരമപുരുഷനെ അറിയാൻ കഴിയാതെ പോകുന്നത് ഭൗതികാവബോധം മൂലമാണ്. മഹായോഗികളെല്ലാം പക്വമായ യോഗപദ്ധതിയുടെ അനുശീലനത്തിലൂടെ തങ്ങളുടെ കൃഷ്ണാവബോധത്തെ ഉദ്ദീപിപ്പിച്ച് അവിടുത്തെ പാദപത്മങ്ങളെ അറിയുന്നു. അങ്ങയുടെ അതീന്ദ്രിയ രൂപത്തെ ധ്യാനിക്കുകയുമാണു ചെയ്യുന്നത്. ഈ വിധത്തിൽ തൻ്റെ സഞ്ചിതമായ പാപകർമ്മങ്ങളുടെ ഫലങ്ങളെ നിർവീര്യമാക്കുന്നു. വ്യക്തിയുടെ എണ്ണമറ്റ പാപകർമ്മങ്ങളെ നശിപ്പിക്കാൻ ഗംഗാജലത്തിനു കഴിയും. പക്ഷേ ഗംഗാജലത്തിനു മഹത്വമുണ്ടായത് അവിടുത്തെ പാദപത്മങ്ങൾ മൂലമാണ്. അവിടുത്തെ പാദപത്മങ്ങളിലെ വിയർപ്പുതുള്ളിയാണ് ഗംഗാജലമായി പ്രവഹിക്കുന്നത്. ഇത് അങ്ങയുടെ പാദാരവിന്ദങ്ങൾ നേരിട്ടു കാണാൻ സാധിച്ച ഞങ്ങളൊക്കെ മഹാഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ട ഭഗവാനെ, ഞങ്ങളെല്ലാം സമർപ്പിതാത്മാക്കളാണ്, അവിടുത്തെ ഭക്തന്മാരാണ്. അതിനാൽ ഞങ്ങളിൽ അവിടുത്തെ അഹേതുകമായ കാരുണ്യം പൊഴിക്കാൻ കനിവുണ്ടാകണമേ. അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ നിരന്തരം വ്യാപൃതരായി മുക്തി നേടിയവർ പ്രകൃതിയുടെ ഭൗതിക ഗുണങ്ങൾ കൊണ്ടു പങ്കിലരാവുകയില്ല. അങ്ങനെ അവർ ആധ്യാത്മിക ലോകത്ത് ദൈവരാജ്യത്തിലേക്കുയർത്തപ്പെടാൻ യോഗ്യരായിത്തീരുന്നു. അവിടെ സമ്മേളിച്ചിരുന്ന മഹർഷിമാരെല്ലാം ആദ്യം ഭഗവാൻ കൃഷ്ണനെ പ്രകീർത്തിച്ച ശേഷം ധൃതരാഷ്ട്രരുടെയും യുധിഷ്ഠിരൻ്റെയും അനുവാദം വാങ്ങി അവരവരുടെ ആശ്രമങ്ങളിലേക്കു മടങ്ങാൻ ആഗ്രഹിച്ചു. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണന്റെ പിതാവും പുകൾപെറ്റ പുണ്യാത്മാവുമായ വസുദേവർ തികഞ്ഞ വിനയത്തോടെ
മഹർഷിമാരെ സമീപിച്ചു. അവരുടെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു. അവരെ ആദരിച്ചു. വസുദേവർ പറഞ്ഞു, പ്രിയപ്പെട്ട മഹർഷിമാരെ, നിങ്ങൾ ദേവന്മാരെക്കാൾ ആദരണീയരാണ്. അതിനാൽ ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾക്കിഷ്ടമെങ്കിൽ എൻ്റെ ഒരപേക്ഷ കൈക്കൊള്ളണമെന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റ് എല്ലാ കർമ്മങ്ങളെയും നിർവീര്യമാക്കാൻ പറ്റുന്ന പരമമായ അനുദോഗ കർമ്മം എന്താണെന്നു വിശദീകരിച്ചു തന്നാൽ അതു വലിയൊരനുഗ്രഹമായി ഞാൻ കരുതുന്നു. അവിടെ സന്നിഹിതരായിരുന്ന മഹർഷിമാരുടെ നേതാവ് നാരദനായിരുന്നു. അതിനാൽ നാരദൻ സംസാരിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട മഹർഷിമാരെ, ഭഗവാൻ കൃഷ്ണനെ പുത്രനായി സ്വീകരിച്ചതിലൂടെ പരമപുരുഷന്റെ പിതാവായി തീർന്ന വസുദേവർ തൻ്റെ നന്മയും ലാളിത്യവും മൂലമാണ് സ്വന്തം ക്ഷേമത്തെക്കുറിച്ചു നമ്മോട് ചോദിക്കാൻ പ്രേരിതനായതെന്നു മനസ്സിലാക്കാൻ വിഷമമില്ല. ഏറെ പ്രിയം അപ്രിയം എന്നു പറയാറുണ്ട്. അങ്ങനെയിരിക്കെ കൃഷ്ണനെ പുത്രനായി കിട്ടിയതിനാൽ അദ്ദേഹം കൃഷ്ണനെ ആദരവോടെ അത്ഭുതത്തോടെ നോക്കാറില്ല. ഗംഗാതീരത്തു വസിക്കുന്നവർ ഗംഗയ്ക്കു വലിയ പ്രാധാന്യം കൊടുക്കാറില്ലല്ലോ. അവർ അങ്ങ് ദൂരെ മറ്റെവിടെയെങ്കിലുമാണല്ലോ തീർത്ഥസ്നാനത്തിനു പോകുന്നത്. എന്നും ഏതു പരിതസ്ഥിതിയിലും ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ സർവോന്നതനായ കൃഷ്ണൻ നേരിട്ടു സന്നിഹിതനായിരിക്കുമ്പോൾ വസുദേവർക്കു നമ്മോടുപദേശം തേടേണ്ട കാര്യമില്ല. ഹരേ കൃഷ്ണ.